എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ നല്ലൊരാഴ്ചയായിരുന്നു അമേരിക്കൻ മാർക്കറ്റുകൾക്കും ജാപ്പനീസ് മാർക്കറ്റുകൾക്കും. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ S&P 500 ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈന് അടുത്താണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീക്ക് ടു വീക്ക് അമേരിക്കൻ മാർക്കറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വീക്ക് ടു വീക്കും ബെറ്റർ ആയിട്ട് തന്നെയാണ് അമേരിക്കൻ ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളായിട്ടുള്ള NVIDIA, മൈക്രോസോഫ്റ്റ് ഇതൊക്കെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. NVIDIAയുടെ പ്രൈസ് $721.3 പെർ ഷെയറിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.78 ട്രില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് $420.55 പെർ ഷെയറിനാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.15 ട്രില്യൺ കൂടിയാണ്. തീർച്ചയായിട്ടും ആമസോൺ, അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം, മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ടെറിട്ടറിയിലാണ് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വീക്ക് ടു വീക്കൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി അമേരിക്കയിലെ S&P 500 ഇതുവരെ പുറത്തു വന്നുള്ള റിസൾട്ടിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ 80% കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അമേരിക്കൻ കോർപ്പറേറ്റ് രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ റിസൾട്ടുകളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡനും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻ്റാണ് അമേരിക്കൻ കോർപ്പറേറ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും അമേരിക്കൻ മാർക്കറ്റിൽ ടെക്നോളജി ഷെയറുകളും അതുപോലെ തന്നെ സൈക്ലിക്കൽ ഷെയറുകളൊക്കെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് വെള്ളിയാഴ്ചയും വീക്ക് ടു വീക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് 1989 ഡിസംബർ 29 ജപ്പാൻ്റെ നിക്കായ് 225 38,957.44 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം 34 വർഷം എടുത്തിട്ടുണ്ട്. ആ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജപ്പാൻ്റെ നിക്കായ് 225. വെള്ളിയാഴ്ച പുതിയ 34 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 37,287.26 ഹിറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച. അടുത്ത ദിവസങ്ങളിലും ജാപ്പനീസ് ഇൻഡെക്സും ജാപ്പനീസ് മാർക്കറ്റും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ജാപ്പനീസ് മാർക്കറ്റിൻ്റെ ഓവറോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1 ആണ്. നമ്മുടെ മാർക്കറ്റ് 3.8 3.9 ലെവലിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ US മാർക്കറ്റ് അറൗണ്ട് 3.9 ടൈംസ് ഒക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് ഫണ്ടമെൻ്റലി വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ചൈനീസ് ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിലാണ് ജാപ്പനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടയോട്ടയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 1.3 ആണ്. നമ്മുടെ ഒരു ടാറ്റ മോട്ടറൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ഹൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി ജാപ്പനീസ് കമ്പനികൾ ഗ്ലോബലി വളരെ അണ്ടർ പെർഫോമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റും ജപ്പാൻ്റെ നിക്കായ് 225 ഒക്കെ അടുത്ത ദിവസങ്ങളിൽ മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നമ്മളുടെ നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സൊക്കെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 64.55 പോയിൻറ്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ സെൻസെക്സ് 167 പോയിൻറ്റ് ബെറ്റർ ഒക്കെ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ നിഫ്റ്റി വെള്ളിയാഴ്ച ലെവല് നമ്മുടെ നിഫ്റ്റി ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടത്. 21,921 ആണ് വെള്ളിയാഴ്ച നിഫ്റ്റി 3:30 ട്രേഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത് 21,848.9 പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നാളെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനിലിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. $238.7 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പക്ഷേ ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. $81.6 പെർ ബാരലിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്കായിട്ടാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം 9-ാം തീയതി മുതൽ ഈ ആഴ്ച മുഴുവൻ ചൈനീസ് മാർക്കറ്റ് ലൂണാർ ഹോളിഡേ ആണ്, മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആണ്. ചൈനയിലെ ആക്ടിവിറ്റീസ് തന്നെയാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം മെറ്റൽ ഫ്യൂച്ചേഴ്സിലൊക്കെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജപ്പാൻ്റെ GDP ഡാറ്റയുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വരാനുണ്ട്. അമേരിക്കയിലത്തെ ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. അത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. 20.25% ഹൈ ആയിട്ടാണ് ഈ വർഷം ഫെബ്രുവരി 10 വരെയുള്ള ഡാറ്റ വന്നിരിക്കുന്നത്. 7.78 കോടി ജനങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ടാക്സ് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ഒപ്പം എക്കണോമിക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സേഫ് റെക്കമെൻഡേഷൻ ആയിരുന്ന LIC പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും പുതിയ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ധാരാളം സ്റ്റോക്കുകൾ പുതിയ ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള പല സ്റ്റോക്കുകളും പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. പ്രത്യേകിച്ച് IREDA, അതുപോലെ തന്നെ ഹഡ്കോ, NTPC ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2-3-4 മാസങ്ങളായിട്ട് റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളിലാണ് വലിയ രീതിയിലുള്ള അക്യുമുലേഷൻ നമ്മൾ കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു കോൺസെൻട്രേഷൻ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഹയർ ലെവലിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായിട്ടുണ്ട്. നമ്മളും പല ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹയർ ലെവലിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ള ഒരു സജഷൻസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ആ സജഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് തന്നെയാണ് അവരുടെ ആക്ഷനിൽ നിന്ന് കാണുന്നത്. ഇനി നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ധാരാളം റിസൾട്ടുകൾ വരികയാണ്. 13, 14, 15 തീയതികളിലായിട്ട് 15-ാം തീയതി റിസൾട്ട് സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് കഴിയും. അതോടൊപ്പം തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 1-2 IPOs ഒക്കെ വരുന്നുണ്ട്. IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സജസ്റ്റ് ചെയ്തിട്ടുള്ള ആൽപെക്സ് സോളാർ നാളെ NSE SME സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. നാളെയാണ് ക്ലോസിംഗ് വരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൊരു അഡ്വൈസാണ് ഞാൻ നൽകുന്നത്. കാരണം ലിസ്റ്റിംഗ് ഗെയിനായിട്ട് മിക്കവാറും ഒരു 100-150% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു SME IPO ആണ്. NSE SMEയിലാണ് വരുന്നത്. 1200 മാർക്കറ്റിലോട്ട് 115 രൂപയാണ് ഹയർ ബിഡിംഗ് പ്രൈസ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും SME IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആൽപെക്സ് സോളാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു IPO നമുക്ക് ഈ ആഴ്ച വരുന്നുണ്ട്. അത് മെയിൻ ബോർഡ് IPO ആണ്. വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. നല്ലൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇപ്പോൾ ജിൻഡാലിന് സ്റ്റീൽ ട്യൂബ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ട് മാനുഫാക്ചറും കൂടിയാണ്. ഇവർ സ്വന്തം ലെവലിലും ഇനി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിലും പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇഷ്യൂ പ്രൈസിൽ കൊടുത്തിരിക്കുന്നത് 2.11 ടൈംസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്ക് വാല്യൂ ചെയ്യുന്ന 71.74 ആണ്. സെപ്റ്റംബർ 2023 ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് PE റേഷ്യോ 16.8 ഉള്ളൂ. പിയർ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ മറ്റ് കമ്പനികളെല്ലാം കോട്ട് ചെയ്യുന്നത് 29 തൊട്ട് 49 വരെയുള്ള PE റേഷ്യോയിലാണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ് വിബോർ സ്റ്റീൽ
സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്. 151 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്, അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫെബ്രുവരി 13 ഓപ്പൺ ചെയ്ത് 15 ക്ലോസ് ചെയ്യുന്ന ഒരു IPO ആണ്. മെയിൻ ബോർഡ് IPO ആണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഈ 2 IPOs ആണ് നമ്മൾ മേജറായിട്ട്, ഒന്ന് NSE SMEയിലും അതുപോലെ തന്നെ മറ്റത് മെയിൻ ബോർഡ് IPO ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കണ്ടൊരു സ്റ്റോക്ക് PayTM ആണ്. കാരണം PayTMൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ലൈസൻസ് RBI ഫ്രീസ് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച വീക്കായിട്ടാണ് PayTM ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫർദർ ശനിയാഴ്ചയൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. PayTMനെ കുറിച്ച് നോക്കുമ്പോൾ പഴയ സെബി ചെയർമാൻ M ദാമോദരനും അതുപോലെ തന്നെ പഴയ ICAIയുടെ ചെയർമാനായിട്ടുള്ള ചിറ്റാലെ, അതുപോലെ തന്നെ ആന്ധ്ര ബാങ്കിൻ്റെ രാമേന്ദ്രൻ ഉൾപ്പെട്ടൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. കംപ്ലയൻസ് മെഷേഴ്സ് ഓവർ ലുക്ക് ചെയ്യാനും അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ PayTM മാനേജ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഇഷ്യൂവിനെ കാണുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ PayTM നാളെ മുതൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഇവൻറ്റുകളൊക്കെ കുറേയൊക്കെ മിക്സഡ് ഇവൻറ്റുകളുണ്ട്. ഒപ്പം Q3 റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഒന്ന് ലുപ്പിനാണ്. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലുപ്പിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നൊരു Q3 റിസൾട്ടാണ് ലുപ്പിൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബയോകോണിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് തന്നെയായിരുന്നു. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റിസൾട്ട് സീസൺ മിക്സഡ് ആയിരുന്നു. പക്ഷേ ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത് നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കായിട്ടുള്ള ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നെറ്റ് NPAയിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. ചെന്നൈയിലുണ്ടായിട്ടുള്ള ഫ്ലഡും അതുപോലെ തന്നെ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെയാണ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. എന്നിരുന്നാലും എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഒരു ബിലോ റേറ്റിംഗ് ഉള്ള റിസൾട്ടാണ് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ക്വാർട്ടറും അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടറിലൊക്കെ ഇതിൻ്റെ പെയിൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് പ്രൈസിലും ഒരു പക്ഷേ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ഷോർട്ട് ടൈം അല്ലെങ്കിൽ മാക്സിമം മീഡിയം ടൈമിലേക്ക് മാത്രമുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. ലോങ് ടേമിൽ ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെയില്ല ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്. ഈ വർഷത്തെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം 10 EPSന് മുകളിൽ പോസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. എന്നിരുന്നാലും Q3 റിസൾട്ടിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ ഹോണ്ട് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ഒരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അഡാനി ഗ്രൂപ്പ് ഷെയർസൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. അഡാനി എൻ്റർപ്രൈസസ്, അഡാനി ഗ്രീൻ, ഓൾമോസ്റ്റ് എല്ലാ സെക്ടർ ഷെയർസും എല്ലാ ഗ്രൂപ്പ് കമ്പനി ഷെയർസും നല്ല രീതിയിലൊക്കെ മുന്നേറിയിരുന്നു. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അഡാനി ഗ്രൂപ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ ഒരു പക്ഷേ നമ്മൾ അഡാനി ഗ്രൂപ്പ് ഷെയർസിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്ത ദിവസങ്ങളിൽ 3000 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസും ഒരു പക്ഷേ കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഹെവി വെയിറ്റുകൾ മൂവ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പ്രകാരം നല്ല പ്രോഫിറ്റബിലിറ്റിയിലിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻറ്റുകൾ എന്ന് പറയുന്ന ഒന്ന് എലക്ഷൻ, പാർലമെൻറ്റ് ഓൾറെഡി പിരിഞ്ഞു കഴിഞ്ഞു. ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ പാർലമെൻറ്റ് സമ്മേളനമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ
ഇലക്ഷൻ ഡേറ്റുകളുടെ അനൗൺസ്മെൻ്റ് ആണ് ഒരു കീ ഇവൻ്റ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടും പാർലമെൻറ്റ് ഇലക്ഷനാണ് നമ്മളെ സംബന്ധിച്ചുള്ള കീ ഇവൻറ്റുകൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഫോർവേഡ് പി നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന 24-25 റേഞ്ചിലൊക്കെയാണ്, ഹയർ ലെവലിലാണ്. ഒരു പക്ഷേ നമ്മുടെ യങ്സ്റ്റേഴ്സ് വലിയ രീതിയിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയുടെ ഡെമോഗ്രഫിക് പിക്ചർ മാർക്കറ്റിൻ്റെ നല്ല കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ വസ്തുതകൾ തന്നെയാണ്. എന്നിരുന്നാലും നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ ജനുവരി മാസത്തെ SIP കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 18,838 കോടിയാണ് ജനുവരി മാസത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ കൂടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് നല്ല കാലമാണ്. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ധാരാളം ന്യൂ ഫണ്ട് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഈ ഓഫേഴ്സിലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുകയാണ്. നാളെ ആരംഭിച്ച് 16-ാം തീയതി അവസാനിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ 8 വർഷം മുമ്പ് സോവറിൻ ഗോൾഡ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുള്ള നിക്ഷേപകർക്ക് 100% മേലെയാണ് 8 വർഷത്തിനുള്ളിൽ റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് സോവറിൻ ഗോൾഡ് ബോണ്ടിനെ തന്നെയാണ്. കാരണം 2.5% ഇൻട്രസ്റ്റും നമുക്ക് സെമി ആനുവലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഒപ്പം ഗോൾഡ് പ്രൈസിൻ്റെ അപ്രീസിയേഷനും കിട്ടും. ഒരു വ്യക്തിക്ക് 4 കിലോ വരെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. അപ്പോൾ നാളെ ആരംഭിച്ച് 16-ാം തീയതി അവസാനിക്കുകയാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ 10-15% ഗോൾഡിന് അലോക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ കറൻസി റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ ഗോൾഡിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഗോൾഡിൻ്റെ അപ്വേർഡ് മൊമെൻറ്റത്തിന് യാതൊരു തടസ്സങ്ങളും കാണുന്നില്ല. സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സോവറിൻ ഗോൾഡ് ബോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ന്യൂസ് ഫ്ലോസ്. ധാരാളം Q3 റിസൾട്ടുകളുണ്ട്. നാളെ തൊട്ട് കോൾ ഇന്ത്യ ഉണ്ട്, M&M ഉണ്ട്. കോൾ ഇന്ത്യയിലൊക്കെ നല്ലൊരു ഇൻ്ററിം ഡിവിഡൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ ആക്ഷൻ പാക്ക്ഡ് ആയിട്ടുള്ളൊരു ആഴ്ചയാണ് ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയിലത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളുള്ള സ്റ്റോക്കുകൾ ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചില നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ വീണ്ടും കാണാം. എന്നിരുന്നാലും Paytm ഒരു പക്ഷേ റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഗൂഗിള് അവരുടെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായ ബാർഡിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് ജെമിനി AI എന്നാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അഡ്വാൻസ്ഡ് ജെമിനി AI വേർഷൻ Ultra 1.0 കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Ultra 1.0 പേയ്മെൻറ്റ് കൊടുത്തിട്ട് മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു മാസം $19.99 അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഫ്രീ വേർഷനായിട്ടുള്ള ജെമിനി AI യൂസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹിൻഡൻബർഗിനെ പോലെ കമ്പനികൾക്കെതിരെ മാനിപ്പുലേഷനും മറ്റ് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഷോർട്ട് സെല്ലിംഗ് നടത്തി ഷെയർ താഴെ വരുമ്പോൾ തിരിച്ചു വാങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് മഡി വാട്ടേഴ്സ്. നമ്മുടെ ഇന്ത്യക്കാരനായ UAE എക്സ്ചേഞ്ചിനും ആദ്യം ത്രെട്ട് ഉണ്ടായിരുന്നു മഡി വാട്ടേഴ്സിൽ നിന്നായിരുന്നു. മഡി വാട്ടേഴ്സ് തന്നെയാണ് UAE എക്സ്ചേഞ്ചിൻ്റെ പതനത്തിനും ഇനീഷ്യൽ ലെവലിൽ കാരണമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഫെയർ ഫാക്സിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഫെയർ ഫാക്സ് വളരെയധികം മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് അവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കാത്തലിക് സിറിയൻ ബാങ്കിൽ ഫെയർ ഫാക്സ് ആണ് മേജർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോമസ് കുക്ക് ഫെയർ ഫാക്സിൻ്റെ കമ്പനിയാണ്. അതുപോലെ തന്നെ എക്വസ് കോർപ്പറേഷൻ, ധാരാളം കമ്പനികളിൽ
ഫെയർഫാക്സിന് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഒപ്പം ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഒരു സ്റ്റേക്കൊക്കെ ഉണ്ട്. ഈ ആരോപണങ്ങൾ ഇന്ത്യയിലെ കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ചാൻസസ് ഇല്ല. കാരണം ഹിൻഡൻബർഗിനെ പോലെ ഉണ്ടയില്ലാത്ത വെടിയാണ് ഇവരൊക്കെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. പക്ഷേ അതിൽ ഗ്ലോബൽ ലെവലിൽ ഇനി ഫെയർഫാക്സിന് വലിയ നെഗറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷനൊന്നും തന്നെയില്ല. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മുടെ അവിടുത്തെ കാത്തലിക് സിറിയൻ ബാങ്കിലോ തോമസ് കുക്കിലോ അല്ലെങ്കിൽ കെസ് കോർപ്പറേഷനിലോ ഒക്കെ ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇവൻറ്റും കൂടി വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നല്ല ഡേയ്സ് തന്നെയാണ്. Q3 റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം ഒരു പക്ഷേ കൂടുതലുണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.